ഇന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡിലെ ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. പേജ് നമ്പർ 17. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ സാമാന്തരികം തന്നിരിക്കുന്ന അളവുകളിൽ വരയ്ക്കുക. അളവുകൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മൾ നോട്ട് ബുക്കിൽ വരക്കണം. 5 സെൻറ്റിമീറ്ററിൽ ആദ്യം രേഖ വരയ്ക്കുക, അവിടുന്ന് 60 ഡിഗ്രി അളക്കുക, അത് 3 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 4 കോർണറും ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 360 ആയിരിക്കും. അപ്പോൾ ഇവിടെയും 60 എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇതും കൂട്ടിയാൽ 150 കിട്ടണം. അപ്പോൾ 60ഉം ഇത് 120 ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. ആദ്യം 5 സെൻറ്റിമീറ്ററിൽ ഒരു വര വരക്കണം അല്ലേ? 5 സെൻറ്റിമീറ്റർ. അവിടെ നിന്ന് എത്രയാണ്? 60 ഡിഗ്രി കോണളക്കുന്ന പ്രൊട്രാക്ടർ എടുത്ത് ഇവിടുന്ന് 60 ഡിഗ്രി ഈ ലൈനിൽ തൊടിയിച്ച് വെക്കണേ. അപ്പോൾ 60 ഡിഗ്രിയാണ് അളക്കേണ്ടത്. അപ്പോൾ ഇവിടെ മുതൽ 0, ഇവിടെയാണ് നമ്മൾ ആംഗിൾ വരിക, അതുകൊണ്ട് ഇവിടെ നിന്ന് എണ്ണണം. 0, 10, 20, 30, 40, 50, 60 ഇവിടെ മാർക്ക് ചെയ്യാം. അത് സ്കെയിൽ ഉപയോഗിച്ച് നീട്ടി വരയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ അളവ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് 60 ആണ്, ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ അളവ് 120 കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ 120 അളന്നെടുക്കുക. ഈ ലൈനുമ്മിൽ തൊടിയിച്ച് വെക്കുക. അവിടുന്ന് ഇപ്പോൾ ഈ ആംഗിൾ എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് സെൻറ്റർ. അപ്പോൾ ഇവിടെയാണ് ആംഗിൾ വരിക. അപ്പോൾ ഇവിടെ മുതൽ എണ്ണി തുടങ്ങണം. കോണളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 0 ലൈന് മുതൽ എണ്ണി തുടങ്ങണം. എത്രയാണ് നമ്മളുടെ അളവ്? 120. ഇവിടെ മാർക്ക് ചെയ്യാം. അതും നീട്ടി വരക്കും. അപ്പോൾ ഇനി ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 3 സെൻറ്റിമീറ്ററേ വേണ്ടു. അപ്പോൾ 3 സെൻറ്റിമീറ്റർ അളന്നെടുത്ത് ഇവിടെ മാർക്ക് ചെയ്യാം. അതേപോലെ ഈ സൈഡിലും 3 സെൻറ്റിമീറ്റർ. ഈ ബിന്ദുക്കൾ യോജിപ്പിക്കാം. അപ്പോൾ സാമാന്തരികം കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ താഴത്തെയും മുകളിലെയും നീല വരകൾ സമാന്തരമാണ്. അതായത് ഇതും സമാന്തരമാണ്. പച്ച വരകൾക്കിടയിലെ കോൺ കണക്കാക്കുക. അതായത് ഈ കോണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെയോ അളവ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 40ഉം ഇവിടെ 50ഉം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയോ, ഇത് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്, അത് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ചിത്രം വരച്ച് വെച്ചത്. അപ്പോൾ ഇത് നോക്ക്, ഇത് 2 സമാന്തര വരകളെ ഒരു രേഖ ഖണ്ഡിക്കുകയാണ്, കണ്ടോ? അപ്പോൾ സമാന്തര വരകളെ രേഖകൾ ഖണ്ഡിച്ചാലുണ്ടാകുന്ന കോണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 40 ആയിരിക്കുമ്പോൾ ഇവിടെയും 40 ആയിരിക്കും. അതേപോലെ മറ്റൊരു രേഖ സമാന്തര വരകളെ ഖണ്ഡിക്കുന്നതാണ് ഇത്, കണ്ടോ? അപ്പോൾ ഇവിടെ 50 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇവിടെയും 50 ആയിരിക്കും. ഇവിടെ 50 ആയിരിക്കും. അപ്പോൾ ഇവിടെയും കിട്ടി. അപ്പോൾ ഇവിടുത്തെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. 50ഉം 40ഉം 90. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 90 ആയിരിക്കും. ഇവിടെ 90 ആയിരിക്കുമ്പോൾ ഇവിടെയും 90 ആയിരിക്കും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ
ഇടത്തോട്ട് ചരിഞ്ഞ വരകളുടെ ജോഡിയും വലത്തോട്ട് ചരിഞ്ഞ വരകളുടെ ജോഡിയും സമാന്തരമാണ്. അതായത് ഇതും ഇതും സമാന്തരമാണ്. അതുപോലെ ഇതും ഇതും സമാന്തരമാണ്. പിന്നെ ഇവിടെ ഒരു കോണിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട്, 40 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള അളവ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ വരക്കാം? ഈ ചിത്രം വരയ്ക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വരക്കാൻ നോക്കാം. ഇവിടെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടത്തേക്ക് 2 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അളവ് 40 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം എങ്ങനെയാണ്? 2 സമാന്തര വരകളാണ്. ഇത് നമ്മൾ നീട്ടി വരച്ചു വെക്കാം. ഇങ്ങനെ ഇങ്ങനെ കണ്ടോ? ഇതൊന്ന് നീട്ടി വരച്ചാൽ ഇതാണ്. 2 സമാന്തര വരകൾ ഇങ്ങനെയും വരക്കണം, ഇങ്ങനെയും വരക്കണം. അങ്ങനെയാകുമ്പോൾ ബാക്കി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചിത്രം കിട്ടും. അപ്പോൾ ഇവിടെ 40 ഡിഗ്രി എന്നുള്ള അളവാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ ഇവിടെ 2 സെൻറ്റിമീറ്റർ. അത് വെച്ചിട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ 2 സെൻറ്റിമീറ്റർ ആണല്ലോ, ആ ഗ്യാപ്പാട പോയിന്റ് ചെയ്യാം. ആദ്യം ഒരു രേഖ വരക്കുക. ഒരു പോയിന്റ് കൂടി ഒരു രേഖ വരക്കുക. അപ്പോൾ ഈ രേഖയാണ് വരയ്ക്കുന്നത്. അപ്പം ഇവിടെ എത്രയാണ്? 40 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അളന്നെടുക്കാം. ഈ പോയിന്റിൽ വെച്ചിട്ട് 40 ഡിഗ്രി അളന്നെടുക്കാം. 40 ഡിഗ്രി അളന്നെടുത്ത് അത് വരക്കാം. 40 ഡിഗ്രി അളന്നെടുത്ത് ഇനി എന്താണ്? വേറെ അളവുകൾ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഈ രേഖയ്ക്ക് സമാന്തരമായി നമുക്ക് ഇവിടെ ഒരു രേഖ വരക്കണം. അപ്പോൾ ഈ ചിത്രം ഒന്നും കൂടി നോക്കിയേ. ഇവിടെ നോക്കിയേ, ഇവിടെ 40 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 2 സമാന്തര വരകളെ ഒരു രേഖ ഖണ്ഡിക്കുമ്പോൾ ഇവിടെ 40 ആണെങ്കിൽ നമുക്കറിയാം ഇവിടെയും 40 ആയിരിക്കും. ഇതാ ഈ സമാന്തര രേഖ ഒരു രേഖ ഖണ്ഡിക്കുന്നത് ഇവിടെ 40 ആണ്, ഇവിടെയും 40 ആയിരിക്കും. അതുപോലെ ഇത് ഈ സമാന്തര രേഖകളെ ഈ രേഖ ഖണ്ഡിക്കുന്നത് ഇവിടെ 40 ആണെങ്കിൽ ഇവിടെയും 40 ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 സെൻറ്റിമീറ്ററിൽ ഇവിടുത്തെ ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ വ്യത്യാസത്തിൽ ഇവിടുത്തെ അളവ് ആദ്യം എടുക്കാം. നോക്കാം നമുക്ക് എങ്ങനെയാണ്. അതായത് ഇവിടെ 40 ഡിഗ്രി. ഇവിടെ ഒരു കോണ് വരികയാണെങ്കിൽ 40 ഡിഗ്രി ആയിരിക്കുമല്ലോ. ഇവിടെയും മാർക്ക് ചെയ്യുക. ഈ കോണിൻ്റെ ഇവിടെയായിട്ട് ഇവിടെയും മാർക്ക് ചെയ്യുക. 40 ഡിഗ്രി. അത് സ്കെയിൽ വെച്ചിട്ട് കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇവിടെയാണ് 40 ഡിഗ്രി വേണ്ടത്. അത് കണ്ടുപിടിച്ച് അടുത്ത സമാന്തര രേഖയും കൂടി വരക്കാം. കണ്ടോ? ഈ 2 രേഖകൾ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇതാണ് 40. ഇവിടെ എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ഇതും
40 ആയിരിക്കും, ഇതും 40 ആയിരിക്കും. ഇനി ഇതൊക്കെ മായ്ച്ച് കളയാം. ഇതും ഇങ്ങനെയുള്ള രണ്ട് സമാന്തര രേഖകൾക്കിടയിലുള്ള വരകളാണിത്. ഓക്കെ.